സൂര്യനിൽ നിന്നുള്ള തീപ്പൊരികൾ അഥവാ കൊറോണൽ ഇഞ്ചക്ഷൻ 10 മില്യൺ ഡിഗ്രി ചൂടിൽ മില്യൺ കണക്കിന് ദൂരത്തേക്ക് പ്രവഹിക്കുന്നു. സ്കൂട്ടി സൂര്യനേക്കാൾ 5 മില്യൺ വലിപ്പം കൂടുതലുള്ള നക്ഷത്രമാണ്. ചൂടിൻ്റെ കാര്യത്തിലും അതിഭീകരൻ. ഇനിയും കണ്ടെത്താവാനാവാത്തവയും അറിയാത്തവയും ഏറെയുണ്ട്. അപ്പോൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ് കത്തുജ്വലിക്കുന്ന ആ നരകം എത്ര ഭീകരമായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. സൂറത്തുൽ ഫുർഖാനിലെ 45-46 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദ-ദ്ദില്ല വലൗ ശാഅ ലജഅലഹു സാകിനാ ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا. നിന്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? എങ്ങനെയാണ് അവൻ നിഴലിനെ നീട്ടിയത് എന്ന്? അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ അവൻ നിശ്ചലമാക്കുമായിരുന്നു. എന്നിട്ട് നാം സൂര്യനെ അതിന് തെളിവാക്കി. പിന്നീട് നമ്മുടെ അടുത്തേക്ക് വലിച്ചു നീട്ടിയ നിഴലെ കൊണ്ട് ആദ്യ മനുഷ്യർക്ക് മനസ്സിലായത് അത് ദിശ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്നു. സമയനിർണയത്തിന് അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. സൂര്യന്റെ ചലനം മനസ്സിലാക്കാൻ അവർ നിഴലിനെ ഉപയോഗിച്ചിരുന്നു. ആധുനിക മനുഷ്യർക്ക് എന്ത് മനസ്സിലായി? രാത്രി ഒരു നിഴലാണ്. രാത്രി മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ മാത്രമാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. പുതിയ ശാസ്ത്ര നിരീക്ഷണം, ഭൂമിയുടെ കറക്കം അതിവേഗത്തിലായിരുന്നു. ഒരു ദിവസം എന്നത് 5 മണിക്കൂറായിരുന്നു. ചന്ദ്രന്റെ സാമീപ്യം കാരണം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് ഭൂമിയുടെ സ്പീഡ് കുറയ്ക്കാനിടയാക്കിയത്. കുറഞ്ഞ് 24 മണിക്കൂറാക്കിയത്. രാത്രി എന്ന നിഴൽ 2.5 മണിക്കൂറിൽ നിന്നും 12 മണിക്കൂറിലേക്ക് നീട്ടിയത് കാരണമാണ് ഭൂമി ജീവന് അനുയോജ്യമായത്. ഖുർആൻ ആയത്ത് എത്ര വ്യക്തമാണ്! The length of a day is simply the time it takes for the earth to spin once and go from one sunrise to the next. If, in the past, days were shorter, then the earth must have been spinning faster. In fact, back in time, back billions of years, the planet was spinning so fast that each day lasted just 5 hours. But why should the spin of the Earth have changed over time? Because of the moon. For billions of years, the gravitational pull of the moon has been putting a brake on the spin of the Earth, and days have been getting longer. What was once 5 hours now lasts 24. ഫുർഖാൻ 47. അവനത്രേ നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവുമാക്കി തന്നവൻ. പകലിനെ അവൻ എഴുന്നേൽപ്പ് സമയമാക്കുകയും ചെയ്തിരിക്കുന്നു. രാത്രിയും ഉറക്കവും. രാത്രി നമ്മൾ വിശ്രമത്തിന് ഉപയോഗിക്കുന്നു. അത് നമുക്കൊരു വസ്ത്രമാണ്. നമ്മുടെ സുരക്ഷിതത്വത്തിന് അത്യന്താപേക്ഷിതമാണ്. ശാരീരിക ആരോഗ്യത്തിന് നിർബന്ധമാണ്. ശരീരത്തിൻ്റെ കേടുപാടുകൾ ഇല്ലായ്മ ചെയ്യാൻ, ഓർമ്മശക്തി നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണ് ഉറക്കം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ഈ ആയത്ത്. ഏതൊരു സാധാരണക്കാരനും വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്ന ശാസ്ത്ര തത്വങ്ങൾ. നിങ്ങൾക്കറിയുമോ, ഉറക്കം ഒരുതരം മരണമാണ്. അതോടൊപ്പം മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്ന, അവൻ്റെ ഓർമ്മകളെ നിലനിർത്തുന്നത് ഈ ഉറക്കമാണ്. പ്ലാസ്റ്റിസിറ്റി,
ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഉറക്കം അത്യാവശ്യമാണ്. ഉറങ്ങുന്ന മനുഷ്യൻ്റെ തലച്ചോറിൽ പ്ലാസ്റ്റിസിറ്റി എന്ന ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഓർമ്മകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഉറക്കം ഒരു മരണമാണ്. ഉറക്കത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളാണ് നിങ്ങളിവിടെ കാണുന്നത്. അള്ളാഹു പറയുന്നു, അവൻ പകലിനെ ഒരു വ്യവഹാരമാക്കിയെന്ന്. പകൽ നമ്മൾ വ്യവഹാരത്തിന് ഉപയോഗിക്കുന്നു, സ്വൈര വിഹാരത്തിന് ഉപയോഗിക്കുന്നു. ശാരീരിക ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഫുർഖാൻ 47. തൻ്റെ കാരുണ്യത്തിൻ്റെ മുന്നിൽ സന്തോഷസൂചകമായി കാറ്റുകളെ അയച്ചതും അവനത്രേ. ആകാശത്തു നിന്ന് ശുദ്ധമായ ജലം നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. നിർജീവമായ നാടിന് അത് മുഖേന നാം ജീവൻ നൽകുവാനും നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി അവർ ആലോചിച്ച് മനസ്സിലാക്കേണ്ടതിനായി അഥവാ മഴവെള്ളം അവർക്കിടയിൽ നാം വിതരണം ചെയ്തിരിക്കുന്നു. എന്നാൽ മനുഷ്യരിൽ അധിക പേർക്കും നന്ദികേട് കാണിക്കുവാനല്ലാതെ മനസ്സ് വന്നില്ല. കാറ്റ്. സഹാറ മരുഭൂമിയിൽ നിന്ന് 500 മൈൽ അകലെ ആമസോൺ കാടുകളിലേക്ക് മിനറൽസ് എത്തിക്കുന്നത് ഇത്തരം കാറ്റുകളാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവശ്യമായ മിനറൽസും വെള്ളവും എത്തിക്കുന്നതിന് കാറ്റുകളാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ കാറ്റുകളും ഈ ഭൂമിയുടെ ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞ് ഒരു സന്തോഷവാർത്തയായി അഥവാ കാറ്റുകളെ ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നത്. The flakes fracture into a fine powder and are carried off by the wind. A dust storm builds. The dust cloud is over 100 stories high and 200 miles wide. From here it will head west on an epic journey. Seen from space, the dust is blown across Africa. At the Atlantic coast, it's drawn up high into the sky. This simulation, based on satellite data, shows how prevailing winds carry the dust cloud west and south, 3,000 miles across the Atlantic. As much as 7,000 tons of dust are airborne at any one time. The destination is set by the winds, South America and the Amazon. We're taking literally thousands of tons of this dust, which is containing phosphate, and exporting that from the valley. The wind is carrying it out across the Atlantic to fertilize the Amazon. Here in these clouds high above the rainforest, what was once living plankton reaches the end of its journey. അള്ളാഹു നമുക്ക് നൽകിയ എത്ര വലിയ അനുഗ്രഹമാണ് മഴ. നിങ്ങൾക്കറിയുന്നു, ഓരോ മണിക്കൂറിലും മില്യൺസ് ഓഫ് ടൺസ് ഓഫ് കണക്കിന് ജലം നീരാവിയുടെ രൂപത്തിൽ മില്യൺസ് ഓഫ് ടൺസ് ഓഫ് കണക്കിന് ജലം നീരാവിയുടെ രൂപത്തിൽ ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 10 മൈൽ ഉയരം വരെ സൂര്യനിൽ നിന്നുള്ള ഹീറ്റ് എനർജി വഹിച്ചുകൊണ്ട് നീങ്ങുന്ന ഈ നീരാവിക്കൂട്ടങ്ങൾ തണുത്തുറഞ്ഞ് മേഘങ്ങളായി മാറുന്നു. ഇത്തരുണത്തിൽ ഈ മേഘങ്ങൾ പുറന്തള്ളുന്ന ഊർജം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം വൈദ്യുതിയുടെ ഏകദേശം 200 മടങ്ങാണ്. ഭൂമിയുടെ ആകർഷണ വലയത്തിലുള്ള ഈ മേഘങ്ങൾ ഭൂമിയുടെ കറക്കത്തോടൊപ്പം സ്പിൻ ചെയ്യപ്പെടുകയും മഴയായി വർഷിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ പ്രതിഭാസങ്ങളും, മഴയാകട്ടെ, കാറ്റാകട്ടെ, തീയാകട്ടെ, ഭൂകമ്പമാകട്ടെ, എല്ലാം ഭൂമിയിലെ ജീവിതചക്രം നിലനിൽക്കുന്നതിന് അത്യാവശ്യമാണ്. Water vapor is much lighter than air, and vast columns rise upward directly from the surface of the sea. The water vapor carries with it heat, the energy of the sun. Half a mile up, as the air cools, the water vapor condenses back into liquid water, tiny droplets that form vast clouds.
In the worst storms, the heat captured by the water vapor is equivalent to up to 200 times the global production of electricity at any given moment. The process of evaporation results in something we don't need special instruments to see. The rising heat drives the clouds up to 10 miles high. ശുദ്ധജല വിതരണം. അള്ളാഹു പറഞ്ഞ ഈ കാറ്റിലൂടെ മഴമേഘങ്ങളെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവനത് മഴയായി വർഷിപ്പിക്കുന്നു. ഭൂമിയുടെ ഒരു ഭാഗത്ത് 95 ഡിഗ്രി ഫാരൻഹീറ്റിൽ ന്യൂയോർക്ക് എന്ന നഗരം ചുട്ടുപൊള്ളുമ്പോൾ 7000 മൈൽ ഇപ്പുറത്ത് മുംബൈയിൽ അതിശക്തമായ മഴയാൽ നാടും വീടും റോഡും വെള്ളത്തിൽ മുക്കപ്പെടുന്നു. Searing winds pump hot air into the region from the south, creating oppressive, humid conditions. 7,000 miles away, in Mumbai, India, commuters here struggle to cope with torrential rain. The deluge comes so fast that the streets are flooded in hours. ചില സ്ഥലങ്ങളിൽ 6 മാസം മഴ ലഭിക്കുമ്പോൾ മറ്റു ചില സ്ഥലങ്ങളിൽ നാളിതുവരെ ഒരു തുള്ളി മഴ പോലും ലഭിച്ചിട്ടില്ല. അത്ഭുതം തന്നെയല്ലേ? ആരാണിതിന് ഇത്തരത്തിൽ സംവിധാനിച്ചത്? ഇതെല്ലാം വെറും യാദൃശ്ചികം മാത്രമാണോ? അള്ളാഹു പറയുന്നു, وينزل من وأنزلنا من السماء ماء طهورا. ഫുർഖാൻ 53. രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ വിട്ടവനാകുന്നു അവൻ. ഒന്ന് സ്വച്ഛമായ ശുദ്ധജലം, മറ്റൊന്ന് അരോചകമായി തോന്നുന്ന ഉപ്പുവെള്ളവും. അവ രണ്ടിനുമിടയിൽ ഒരു മറയും ശക്തിയായ ഒരു തടസ്സവും അവൻ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സമുദ്രങ്ങൾക്കിടയിലെ മറ. തണുപ്പുകാലത്ത് അന്റാർട്ടിക്കയിൽ നിന്നുമുള്ള കഠിനജലം സമുദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകി അവയോട് കൂടിക്കലരാതെ തിരിച്ചെത്തുന്നു. നിങ്ങളിവിടെ കാണുന്നത് മറ്റൊരു ചിത്രം 1965 ജെമിനി 4 എന്ന സാറ്റലൈറ്റിൽ നിന്നും എടുത്ത ചിത്രമാണ്. ഗൾഫ് ഓഫ് അലാസ്ക എന്നറിയപ്പെടുന്ന ഈജിപ്തിനരികെയുള്ള നൈൽ നദിയും മെഡിറ്ററേനിയൻ സീയും കൂട്ടിമുട്ടുന്ന സ്ഥലമാണിത്. രണ്ടും ഒഴുകുന്ന, പരസ്പരം കൂടിച്ചേരാൻ സാധ്യതയുള്ള ജലമാണെങ്കിൽ കൂടിയും പരസ്പരം ചേരാതെ ഇടയിൽ ഒരു ബാരിയർ ഉള്ളതുപോലെ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് gallons of salty brine plunge down through the Weddell Sea every hour, a torrent equivalent to the volume of 500 Niagara Falls. The brine spreads out towards the edge of the Antarctic continental shelf and then falls into the chasm revealed by Jason. A vast submarine waterfall plummets downward. The cold, dense brine falls slowly, silently, into the abyss, 2 miles down to the ocean floor below. It will not resurface for hundreds of years. Furqan 54. وهو الذي خلق من الماء بشرا فجعله نسبا وسحرا وكان ربك قديرا. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനുമാക്കുകയും ചെയ്തിരിക്കുന്നത്. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാകുന്നു.
ഈ ആയത്തുകളിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ? അവൻ ശ്രവിക്കപ്പെടുന്ന ഒരു ശുക്ലത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ? പിന്നെ അവൻ ഒരു ഭ്രൂണമായി, എന്നിട്ട് അള്ളാഹു അവനെ സൃഷ്ടിച്ചു, സംവിധാനിച്ചു. സൂറത്ത് ഖിയാമയിലെ ആയത്തുകളാണ്. നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്നും, പിന്നീട് ബീജത്തിൽ നിന്നും, പിന്നീട് ഭ്രൂണത്തിൽ നിന്നും അനന്തരം രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസമണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചത്. സൂറത്ത് ഹജ്ജ് 5-ാമത്തെ ആയത്ത്. അവൻ തന്നെയാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ രക്തബന്ധമുള്ളവനും വിവാഹബന്ധമുള്ളവനും ആക്കുകയും ചെയ്തിരിക്കുന്നത്. നിന്റെ രക്ഷിതാവ് കഴിവുള്ളവനാകുന്നു. ഈ ആയത്തുകളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യങ്ങളല്ല, യഥാർത്ഥത്തിൽ പരസ്പര ബന്ധങ്ങളാണ്. ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അടിസ്ഥാനപരമായി മണ്ണിന്റെ ഗുണമുള്ളവനാണവൻ. എന്നാൽ തുടർന്നുള്ള മനുഷ്യ സൃഷ്ടിപ്പിന്റെ പല ഭാഗങ്ങളും ഘട്ടങ്ങളും പല ആയത്തുകളിൽ പല രീതികളായി വിവരിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണമായി, ചായ ഉണ്ടാക്കാൻ തേയില വേണം, വെള്ളം വേണം, പഞ്ചസാര വേണം എന്നൊക്കെ പറയുന്നത് പോലെ അതിലെ പ്രധാന ഘടകങ്ങളെ വേർതിരിച്ചു പറയുന്നു എന്ന് മാത്രം. അതിൽ മനുഷ്യർക്ക് ഏറെ ചിന്തിക്കാനുണ്ട്. ജീവനുള്ളതെല്ലാം സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണെന്ന് ഖുർആൻ മാത്രമല്ല, ആധുനിക പഠനങ്ങളും പറയുന്നു. ജീവന്റെ അവിഭാജ്യ ഘടകമാണ് വെള്ളം. സൂറത്ത് ഫുർഖാൻ 61-ാമത്തെ ആയത്ത് പറയുന്നു, ആകാശത്ത് നക്ഷത്രമണ്ഡലങ്ങൾ ഉണ്ടാക്കിയവൻ അനുഗ്രഹപൂർണനാകുന്നു. അവിടെ അവൻ ഒരു വിളക്കും അഥവാ സൂര്യൻ, വെളിച്ചം നൽകുന്ന ചന്ദ്രനും ഉണ്ടാക്കിയിരിക്കുന്നു. എത്ര കൃത്യമായാണ് അള്ളാഹു ഇവിടെ വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളത്. 1400 വർഷങ്ങൾക്ക് മുൻപ് മുകളിൽ കാണുന്ന ആകാശത്തെയും താഴെ കാണുന്ന ഭൂമിയെയും കുറിച്ച് വളരെ പരിമിതമായ അറിവ് മാത്രമുണ്ടായിരുന്ന ഒരു കാലത്താണ് ബുർജിന്റെ ബഹുവചനമായ ബുറൂജ് അഥവാ നക്ഷത്രമണ്ഡലങ്ങൾ എന്നുപയോഗിച്ചിരിക്കുന്നത്. ഈ സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഗാലക്സിയെ കൂടാതെ 2 കോടിയിലധികം ഗാലക്സികളുണ്ട് എന്നത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് മനുഷ്യൻ കണ്ടെത്തിയത്. അതുപോലെ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള ഊർജ സ്രോതസ്സായ സൂര്യനെ സിറാജ് എന്നും, സ്വയം പ്രകാശിക്കാത്ത മറ്റൊന്നിന്റെ പ്രകാശത്തെ പ്രതിഫലിക്കാൻ മാത്രം കഴിവുള്ള ചന്ദ്രനെ ഖമർ എന്നും വിശേഷിപ്പിക്കാൻ സർവജ്ഞനായ ഒരു സൃഷ്ടാവിന് മാത്രമേ കഴിയൂ. നിങ്ങൾക്കറിയുമോ, പൂർണ്ണചന്ദ്ര സമയത്ത് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശത്തിന്റെ 12% മാത്രമേ ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ. ബാക്കി വരുന്ന 88% അത് സ്വയം ആഗിരണം ചെയ്യുന്നു. ഇത്തരത്തിൽ അത് ആഗിരണം ചെയ്യാതെ അവ കൂടി ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കപ്പെടുകയായിരുന്നെങ്കിൽ ഇവിടെ ജീവന്റെ നിലനിൽപ്പ് സാധ്യമാവുമായിരുന്നില്ല. രാത്രി എന്ന പ്രതിഭാസം തന്നെ ഇല്ലാതാകുമായിരുന്നു. Along with occasional dangerous bursts of charged particles. Sometimes a massive pulse of those charged particles erupts from the sun's surface. It's called a coronal mass ejection, and it contains billions of tons of charged particles, superheated to tens of millions of degrees, and blasted out at millions of miles per hour. It has the potential to wreak havoc on our planet. This supercomputer visualization shows what happens when a coronal mass ejection occurs. The explosion is equivalent to 14 million Hiroshima bombs. It sends a cloud of charged particles millions of miles wide racing towards Earth. Without some kind of protection, these enormous blasts would strip away the atmosphere, destroy our fragile ecosystems, and scorch the Earth. Over time, repeated coronal mass ejections would even cause the oceans to dry up, leaving behind a planet as barren and bleak as Mars. Fortunately, the Earth has an invisible shield.
a magnetic field that satellites are now enabling us to better understand. Orbiting between 40 and 120,000 miles above the Earth, NASA has a network of satellites called Themis. Each is equipped with highly sensitive instruments that can detect the strength of magnetic fields. This computer model, using Themis data, shows how an invisible magnetic force field called the magnetosphere protects the Earth. It's generated by the rotation of the Earth's core. Themis reveals how the magnetic field is constantly blasted by the sun. The wave of charged particles called the solar wind distorts the magnetosphere into a gigantic teardrop shape, 120,000 miles across. As wave after wave of solar particles strike the outer magnetosphere, most are deflected. മാറി മാറി വരുന്ന രാപ്പകലുകൾ. അവൻ തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി വരുന്നതാക്കിയവൻ. ആലോചിച്ച് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുകയോ നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുകയോ ചെയ്യുന്നവർക്ക് ദൃഷ്ടാന്തമായിരിക്കുവാനാണത്. The light hitting the Earth's surface varies throughout the year. It's this variety of light that's so important. It means that throughout the year, conditions on the planet are always changing. In our summer, the light favours the northern hemisphere, giving us warmer temperatures and longer days. But 6 months later, as the Earth travels to the other side of the sun, the light now favours the southern hemisphere, leaving us in the cold and dark, with shorter days and longer nights. In other words, we have seasons. The life cycle of so many animals and plants is driven by the beat of the seasons. A burst of life in spring, long days of summer, migration in autumn, a fight for survival in winter. But the Earth only stays at this 23-degree tilt because of the moon's stabilizing effect. ആലോചിച്ച് മനസ്സിലാക്കാനും നന്ദി കാണിക്കാനും. സൂറത്ത് ഫുർഖാനിലെ 54 മുതൽ 62 വരെയുള്ള ആയത്തുകൾ മനുഷ്യ ചിന്തയെ തൊട്ടുണർത്തിക്കൊണ്ട് ഈ പ്രപഞ്ച രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദൃഷ്ടാന്തങ്ങളായി പറഞ്ഞവയിൽ ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാൻ ഏറെയുണ്ട്. നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.